സാർ ഫ്രീ ആണോ ഇപ്പോൾ? അതിൽ കുഴപ്പമില്ല, പറഞ്ഞോളൂ. എന്തേ? ഞാൻ ഓൺലൈനായിട്ടൊരു MBA എടുക്കാൻ വേണ്ടിയിട്ടേ ഒരുപാട് ഞാൻ എൻക്വയറി ചെയ്തിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നും കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഏതായിരിക്കും കുറച്ചും കൂടി ചെയ്യാൻ, ഏതായിരിക്കും സാർ കുറച്ചും കൂടി നല്ലത് എനിക്ക്? ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. സത്യത്തിൽ എന്നോട് ഡയറക്റ്റ് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരവൊന്നുമില്ല. പകരം ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ നീ MBA ചെയ്യുന്നതും ഞാൻ MBA ചെയ്യുന്നതും മറ്റൊരാൾ MBA ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം നിൻ്റെ നീഡ് നോക്കണം, നിൻ്റെ സാമ്പത്തികം നോക്കണം, ഓൺലൈനായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി നോക്കണം, അത് യൂണിവേഴ്സിറ്റിൻ്റെ അംഗീകാരം നോക്കണം, അവിടുത്തെ ഫീസ് നോക്കണം, നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ നോക്കണം, നിങ്ങളുടെ എന്തിനാണ് MBA ചെയ്യുന്നത്, ഇത് കുറേ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ശരിക്കും ഒരാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കോഴ്സും സെലക്ട് ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞുതരാം. എഡ്യൂഫോളിയോയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് പിന്നെ എത്ര വയസ്സായി, ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് എത്ര ഫീസ് താങ്ങാൻ പറ്റും, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുത്താൽ വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സജസ്റ്റ് ചെയ്യും ഇന്ന യൂണിവേഴ്സിറ്റി ഇന്ന കോളേജാണ് നല്ലതെന്നുള്ളത്. കൂടാതെ നിങ്ങൾ റിക്വസ്റ്റ് ഇടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു കരിയർ ഗൈഡ് നിങ്ങളെ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരും. അതല്ലേ നന്നാവുക? ഓക്കെ സാർ. താങ്ക് യു.